റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചു കൊടുക്കാനുള്ള ബക്കാഡി കമ്പനിയുടെ അപേക്ഷയുടെ ഫയൽ നീങ്ങിയത് ശരവേഗത്തിലാണ്. 2023 തുടങ്ങിയ ഫയൽ UDF അധികാരത്തിലെത്തി 3-ാം ദിവസം വീണ്ടും സജീവമായി എന്നതിന്റെ തെളിവുകൾ റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. മെയ് 18-നാണ് സത്യപ്രതിജ്ഞ. ഫയൽ സജീവമായി തുടങ്ങിയത് മെയ് 21-ന്. വെറും 2.5 മണിക്കൂർ കൊണ്ട് ഫയൽ മുഖ്യമന്ത്രിയുടെ മുന്നിലെത്തി. മുഖ്യമന്ത്രി കണ്ടതിന് ശേഷം ശരവേഗത്തിൽ നീങ്ങി. ജൂൺ 15-ന് മുഖ്യമന്ത്രി തീരുമാനമാക്കി. ജൂൺ 16-ന് അതിരാവിലെ അഡീഷണൽ ചീഫ് സെക്രട്ടറി ജ്യോതിലാൽ ഫയൽ നീക്കി. അതിനുശേഷം 1 മിനിറ്റ് കൊണ്ടും 2 മിനിറ്റ് കൊണ്ടും ഫയൽ നീങ്ങുന്നത് കാണാം. അങ്ങനെ നികുതി ഇളവിന് വേണ്ടിയുള്ള ബക്കാഡി മദ്യ കമ്പനിയുടെ വർഷങ്ങളായുള്ള കാത്തിരിപ്പിന് ഈ ബജറ്റിലൂടെ അവസാനമാവുകയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയും അന്നത്തെ ടാക്സ് സെക്രട്ടറിയുമായ രത്തൻ യു ഖേൽക്കർ ഇതേ ഫയൽ അന്ന് കണ്ടിരുന്നു എന്ന് തെളിയിക്കുന്ന ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. LDF സർക്കാർ ഉള്ളപ്പോൾ ബക്കാഡി കമ്പനി പരമാവധി ശ്രമിച്ചിട്ടും നടക്കാത്തത് UDF സർക്കാർ വന്നതിന് ശേഷം വളരെ എളുപ്പം നടന്നു എന്നതാണ് ബക്കാഡി കമ്പനി കൊടുത്ത അപേക്ഷയുടെ ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്. TV പ്രസാദ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. TV പ്രസാദിലേക്ക് പോവുകയാണ്. TV പ്രസാദ്, ഈ ഫയൽ മൂവ്മെന്റ് ഹിസ്റ്ററി വ്യക്തമാക്കുന്നത് എത്രത്തോളം താല്പര്യവും എത്രത്തോളം സമ്മർദ്ദവും ഈ ഫയൽ മൂവ്മെന്റിന് പിന്നാൽ ഉണ്ടായിരുന്നു എന്നത് കൂടിയാണ്. മിനിറ്റുകൾ മാത്രം എടുത്തെങ്കിൽ എങ്ങനെയാണ് ഒരു സർക്കാർ ഫയൽ മുന്നോട്ട് പോകുന്നത് എന്നത് അത്ഭുതമാണ്. TV പ്രസാദ്, ഗുഡ് മോർണിംഗ് മാധു. ഉറപ്പായും ഇതൊരു അത്ഭുതം തന്നെയാണ്. നമുക്കറിയാവുന്നതുപോലെ 2023 തന്നെ ബക്കാഡി കമ്പനി നികുതി കുറച്ചു കിട്ടാനുള്ള നീക്കം ഉദ്യോഗസ്ഥർ വഴിയും രാഷ്ട്രീയക്കാർ വഴിയുമെല്ലാം സംസ്ഥാനത്ത് വളരെ സജീവമാക്കിയിരുന്നു. ബോംബെ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം അവിടുത്തെ അധികം മദ്യത്തിന്റെ ലഹരി ആവശ്യമില്ലാത്തവർക്ക് ധാരാളം വിൽക്കുന്ന ബക്കാഡി ബ്രീസർ എന്ന കമ്പനി ധാരാളം വിറ്റുപോകുമ്പോഴും കേരളത്തിൽ അവർക്കത് സാധിച്ചിരുന്നില്ല. അങ്ങനെ 2023 ഫെബ്രുവരി മാസം 7-ാം തീയതിയാണ് ബക്കാഡി കമ്പനിയുടെ അപേക്ഷ സംസ്ഥാനത്ത് ഫയലായി മാറുന്നത്. അന്ന് ഇതിന്റെ എല്ലാം തലപ്പത്തിലുണ്ടായ ഉദ്യോഗസ്ഥർ ഇന്ന് മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നവരാണ് സംസ്ഥാനത്ത്. അന്നത്തെ ടാക്സ് സെക്രട്ടറി രത്തൻ യു ഖേൽക്കറാണ് ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശന്റെ സെക്രട്ടറി. 2023 ഈ ഫയൽ അന്നത്തെ ടാക്സ് സെക്രട്ടറിയായ രത്തൻ യു ഖേൽക്കർ കണ്ടതിന്റെ തെളിവുകൾ നമ്മൾ ഈ പുറത്തുവിടുന്ന ഫയൽ മൂവ്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ്.